ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു സംരംഭത്തിന്റെ വീഡിയോ ആണ്. നമ്മൾ പാരീസിൽ നമുക്കൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഗാർഡനോട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ശ്രീലങ്കൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മലയാളി പിള്ളേർ തന്നെ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ളവർ കുറേ പേര് ചേർന്നിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തനി നാടൻ കേരള ബിരിയാണി സെർവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഈ ഒരു സംരംഭം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 2 ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബിരിയാണി വാങ്ങിച്ച ഒരു വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാം. എന്താണ് നിങ്ങളുടെ സംരംഭം? നമ്മുടെ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒത്തന്റിക് ഇന്ത്യൻ ബിരിയാണി ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ്. നമ്മുടെ സത്യത്തിൽ ഇന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കസ്റ്റമർ ആണ് സാജൻ ബ്രോ. പക്ഷേ ഏകദേശം ഒരു 15-20 ഓർഡർ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. നല്ല ഓർഡർ ആയിരുന്നു. ഓക്കെ, എന്തായാലും റിവ്യൂ പറയണം. ഓക്കെ, ചെയ്തിട്ട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. ചിക്കൻ അല്ലേ? ചിക്കൻ ബിരിയാണി. അപ്പൊ ഇതിന്റെ ഫുൾ റിവ്യൂ നമ്മൾ വീട്ടിലെത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പൊ താങ്ക് യു ബ്രോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വിവേക് ഒബ്രോയി വന്നിരിക്കുന്നു. ഒബ്രോയി അല്ല, വിവേക് വിജയൻ. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗൊക്കെ തെളിഞ്ഞ് കാണാം. അതുപോലെ തന്നെ സലാഡ്. എവിടെ ഓപ്പൺ ആക്കുക. അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുള്ള ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സലാഡ് വെറൈറ്റി ഇതിലുള്ളതാണല്ലോ. ഉള്ളി ഇല്ലേ? സോവിൻ ബ്രോ, പയ്യൻ പറഞ്ഞ ഉള്ളി കാണില്ലെന്ന്. നോക്കാം. അപ്പൊ നമ്മുടെ പിള്ളേരുടെ ബിരിയാണി നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചങ്ങോട്ട് കമത്താം. എങ്ങനെയുണ്ട്? അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്തുവാ, കസ്റ്റിക്ക? ഓക്കെ, സെബോ. എഗ്ഗുണ്ട്, കശുവണ്ടി ഉണ്ട്, വേറെന്തോടാ? ഓക്കെ, പീസൊക്കെ കാണട്ടെ. അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ള രീതിയിലാണ് കണ്ടിട്ട്, അല്ലേ? സ്പൈസ് ഉണ്ടല്ലേ? ഒരാൾക്ക് കഴിക്കാനുള്ള ഉണ്ട്. ആ പീസൊക്കെ ഉണ്ടല്ലോ. എത്ര പീസുണ്ട്? പീസൊക്കെ കാണിക്ക്. ആ പീസൊന്ന് പൊക്കി കാണിക്ക്. ആഹാ, സെറ്റ്. അതിൻ്റെ കൂടെ എഗ്ഗുണ്ട്. അത്യാവശ്യം ഒരു പ്ലേറ്റ് ഒരാൾക്ക് കഴിക്കാൻ. 2 പേർ കഴിക്കാനുണ്ടോ? ഇല്ല, ഒരാൾക്ക് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബിരിയാണി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. വിവേക്, കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. പുതിയ പിള്ളേർക്ക് ഒരു സംരംഭമല്ലേ, അവരൊന്ന് ഇൻസ്പിറേഷൻ ആവട്ടെ. സെറ്റാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഫുഡ് കേരളത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതിന്റെ ടേസ്റ്റ് കേരളം വിട്ട് എവിടെ പോകില്ല. അതാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ? മസാല ടേസ്റ്റ് നോക്കി. ഇത് ലൈക്ക് ശ്രീലങ്കൻ ബിരിയാണി എന്ന് പറയാൻ ഒക്കൂലല്ലോ. ജസ്റ്റ് ലൈക്ക് ഒരു ഹൈദരാബാദി ശ്രീലങ്കൻ കേരളത്തിന്റെ ബിരിയാണി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കേരളത്തിൽ പോയി തന്നെ കഴിക്കണം. ആണല്ലേ? ഇത് ടേസ്റ്റി. സലാഡ്, ഒരു സലാഡ് കോംപ്ലിമെന്ററി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സെയിൽ നടത്തിയേക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാടാ. ഫസ്റ്റ് ഒരെണ്ണം ജസ്റ്റ്. അതെ, നോക്ക്. എപ്പടി? ഉള്ളി കണ്ടോ? ഉള്ളി കിട്ടിയ സെറ്റ്. അപ്പോൾ ബോണാപ്പെട്ടി. ഓക്കെ, സിബിയ. ഓക്കെ, മെസ്സി ദുരിയ. ഓക്കെ, ആ കൂട്ടത്തിൽ അച്ചാറും ഉണ്ടായിരുന്നു. പിക്കിൾ എന്തുവാ? പിക്കിൾ ഒന്ന് ടേസ്റ്റ് നോക്കി. എങ്ങനെയുണ്ട്? എന്തുവാ? ഏതാ? നാരങ്ങ, ലെമണാ? കഷ്ണമില്ല അല്ലേ? ഗ്രേവി പോലെ. എന്ത് ടേസ്റ്റാ? എന്തിന്റെയാ? ലെമണാ? ലെമൺ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഗൈസ്, നമുക്കും നമ്മുടെ പ്ലേറ്റോട്ട് എടുത്തിടാം നമ്മുടെ സോവിൻ ആൻഡ് ടീമിന്റെ ബിരിയാണി. എന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയും. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലേറ്റിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അത്യാവശ്യം നല്ലൊരു ലെഗ് പീസ് ഉണ്ടല്ലേ? അല്ലേടാ? ലെഗ് പീസ് സാധാരണ ബിരിയാണിക്ക് ഒരു പീസേ കാണത്തുള്ളൂ. 1, 2, 3, 4. അത്യാവശ്യം ഇത്രയും ക്വാണ്ടിറ്റിയിൽ പീസ് ഉണ്ട്. 8 യൂറോയ്ക്ക്. അത് ലാഭമാണെന്ന് തോന്നുന്നല്ലേ? 11 12 ഈ റേഞ്ച് കിട്ടണമെങ്കിൽ വിത്ത് മുട്ട ഇവരൊരു പപ്പടവും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് അല്ലേ? 8 യൂറോയ്ക്ക് ഇത്രയും പീസ്. 1, 2, 3, 4 വിത്ത് എഗ്ഗ്, പിന്നെ സാലഡ്, പിക്കിള്. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഫോർ 8 റുപ്പി അല്ലെ? 8 യൂറോ അല്ലേ? അതെ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരുടെ ബിരിയാണി. ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഒരു കാലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
€8 സാധനമുണ്ട്. റേറ്റിൽ ഇത്രയും ക്വാണ്ടിറ്റി ചിക്കനും എഗ്ഗും അതുപോലെ തന്നെ സാലഡും പിക്കിളും എന്നിട്ട് തന്നെ ഇത്രയും റൈസ് ബാക്കി. ഇതെന്തുകൊണ്ടും വറുത്താന്നാണ് എൻ്റെ അഭിപ്രായം. ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് കൂടാ ഞാനും പറഞ്ഞല്ലോ €8 ലാഭം വന്നു. ലാഭമാണ്. ഇവരെ പൊക്കി പറയുമല്ല അല്ലേ? പൊക്കി പറയല്ലോ, €8 ലാഭമാണ്. കാരണം ബാക്കിയുള്ളിടത്തെല്ലാം €9, €10, €11. മിനിമം €10 ഇത്രയും ക്വാണ്ടിറ്റി €10, €11 കാതിനോർക്ക്. ഓക്കെ. പീസൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. പീസ് തന്നെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പ്ലേറ്റ് നിറയും. ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം സെറ്റാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കും, ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അത് തന്നെ, ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ബോൺ ആപ്പേറ്റി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇത്രയും പീസൊക്കെ കൊടുത്ത് ഇത്രയും ക്വാണ്ടിറ്റി റൈസിൽ ഇവർക്ക് മുതലാവും തോന്നുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, അടിപൊളി സംഭവമാണ്. ഇവരുടെ സംരംഭം കൂടുതൽ ആൾക്കാരുടെ എത്തിക്കട്ടെ. ഇവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഗൈസ്, നോക്കൂ, സമയം ഏകദേശം 12 മണിയായി. ഇതാലേക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ, അതായത് ബ്ലോങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചാർജ് കൊടുക്കേണ്ടി വരും. അവരെ കോൺടാക്ട് ചെയ്യുക. നൈറ്റ് 12 മണി ആയതുകൊണ്ടും റവായി കഴിഞ്ഞ് വന്ന ആ ഒരു ക്ഷീണമായതുകൊണ്ടുമാണ് വീഡിയോയ്ക്ക് നല്ല പവർ ഇല്ലാത്തത്. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇവരുടെ ബിരിയാണിയെ പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബിരിയാണിയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത് നല്ലൊരു ഇത് തന്നെയാണ്. അവരുടെ സംരംഭം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചെറിയ വീഡിയോ ആണ്. അപ്പം ബൈ, നൈറ്റ്.